വെൽക്കം. പട്ടികജാതി വികസന വകുപ്പ് പെയിൻറ്റർ ജനറൽ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊറോഷനെക്കുറിച്ചാണ്. കൊറോഷനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചപ്പോൾ വാട്ട് ഈസ് കൊറോഷൻ, എന്താണ് കൊറോഷൻ എന്നും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് കൊറോഷൻ ഏതൊക്കെ തരങ്ങളുണ്ടെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പ്രിവെൻഷൻ, അതായത് പ്രതിരോധം. കൊറോഷനെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹൗ ടു പ്രിവെൻറ്റ് കൊറോഷൻ, കൊറോഷനെ എങ്ങനെ തടയാം. പ്രധാനമായും ഈ പറയുന്ന രീതികളിലൂടെയാണ് കൊറോഷനെ തടയാനായിട്ട് സാധിക്കുന്നത്. അവ മെറ്റൽ ടൈപ്പ്, പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ്, എൻവിയോൺമെൻ്റൽ മെഷറേഴ്സ്, സാക്രിഫിഷ്യൽ കോട്ടിംഗ്, കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ഡിസൈൻ മോഡിഫിക്കേഷൻ. ആദ്യം മെറ്റൽ ടൈപ്പ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. One simple way to prevent corrosion is to use a corrosion-resistant metal such as aluminum or stainless steel. Depending on the application, this metal can be used to reduce the need for additional corrosion protection. എന്നുവെച്ചാൽ കൊറോഷൻ തടയുന്നതിനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം കൊറോഷനെ സ്വാഭാവികമായി പ്രതിരോധിക്കുന്ന ലോഹങ്ങളായ അലുമിനിയമോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രായോഗിക രീതി അനുസരിച്ച് മുകളിൽ പറഞ്ഞ അലുമിനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുന്നതിലൂടെ അധികമായി കൊറോഷനെ ചേർക്കുന്ന രീതികൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. അതായത് ഇതൊരു ലളിതമായിട്ടുള്ള മാർഗമായതിനാൽ അധികമായിട്ട് നമുക്ക് എന്താണ് ഈ എക്സ്പെൻസ്, നമുക്ക് കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസ് നമുക്ക് ഒരുവിധം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോഹങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്തത് പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റീവ് കോട്ടിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് വസ്തുവാണോ നമ്മൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു സുരക്ഷാ കവചം ഒരുക്കുക എന്നുള്ളതാണ്. The application of a paint coating is a cost-effective way of preventing corrosion. Paint coatings act as a barrier to prevent the transfer of electrochemical charge from the corrosive solution to the metal underneath. ഉദ്ദേശിക്കുന്നത് പെയിൻറ്റ് ചെയ്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്, പെയിൻറ്റ് നമ്മളൊരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് ആ വസ്തുവിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് ഡെക്കറേഷനും അതുപോലെ തന്നെ ആർട്ട്, നമ്മളത് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും പ്രഥമമായിട്ടുള്ള ഉദ്ദേശം നമ്മളൊരു വസ്തുവിൽ പെയിൻറ്റ് ചെയ്യുന്നത് അതിനെ ഈ പറയുന്ന പോലെ കൊറോഷനോ അങ്ങനെ വരുന്ന അന്തരീക്ഷത്തിലെ ആ ഒരു ഡിഫക്ട്സ് ഒന്നും നമുക്ക് ആ വസ്തുവിൽ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു സംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. പെയിൻറ്റ് ചെയ്ത് സംരക്ഷിക്കുക എന്നത് ഒരു പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് എന്നതിലുപരി ലാഭകരവുമായിട്ടുള്ള വഴിയാണ്. നമുക്ക് ചിലവുകൾ കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ്. ഇത് രാസപ്രവർത്തനം വഴി ഉണ്ടാകുന്ന ചാർജുകൾ വസ്തുവിൽ ബാധിക്കാതെ ഒരു സുരക്ഷാ കവചവുമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം. Another possibility is applying a powder coating. In this process, a dry powder is applied to the clean metal surface. The metal is then heated, which fuses the powder into a smooth unbroken film. എന്നുവെച്ചാൽ ഇതിന് മറ്റൊരു സാധ്യത ആയിട്ട് കാണുന്നത് പൗഡർ കോട്ടിംഗ് പ്രയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ പൗഡർ കോട്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു. എന്താണ് പൗഡർ കോട്ടിംഗ് എന്നും പൗഡർ കോട്ടിംഗ് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അതായത് ശുദ്ധമായ ലോഹത്തിലേക്ക് ഡ്രൈ പൗഡർ പ്രയോഗിക്കുക എന്നത് ലോഹം ചൂടാക്കി പൗഡർ മിനുസമാർന്ന പൊട്ടാത്ത ഫിലിമിലേക്ക് സംയോജിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ആക്രിലിക് പോളിസ്റ്റർ, എപ്പോക്സി, നൈലോൺ, യുറേത്തേൻ എന്നിവയുൾപ്പെടെ നിരവധി വ്യത്യസ്ത പൗഡർ കോമ്പിനേഷനുകൾ ഇതിനായി ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അടുത്തത് എൻവിയോൺമെൻ്റൽ മെഷേഴ്സ്, അതായത് പരിസ്ഥിതി നടപടികൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊറോഷൻ ഈസ് കോസ്ഡ് ബൈ എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ദ മെറ്റൽ ആൻഡ് ഗ്യാസസ് ഇൻ ദ സറൗണ്ടിങ് എൻവിയോൺമെൻറ്റ്. ബൈ ടേക്കിംഗ് മെഷേഴ്സ് ടു കൺട്രോൾ ദ എൻവിയോൺമെൻറ്റ്, ദീസ് അൺവാണ്ടഡ് റിയാക്ഷൻസ് ക്യാൻ ബി മിനിമൈസ്ഡ്. നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, കൊറോഷൻ സംഭവിക്കുന്നത് ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിലെ വാതകങ്ങൾ ലോഹങ്ങളുമായി രാസപ്രവർത്തനം നടക്കുമ്പോഴാണ് കൊറോഷൻ സാധാരണ സംഭവിക്കാറ്. ഈ സമ്പർക്കങ്ങൾ ബോധപൂർവം ഒഴിവാക്കാൻ സാധിച്ചാൽ ഇതുപോലുള്ള കൊറോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ദിസ് ക്യാൻ ബി as simple as reducing exposure to rain or seawater, or more complex measures such as controlling the amounts of sulfur, chlorine or oxygen in the surrounding environment. അതായത് ലളിതമായി പറയുകയാണെങ്കിൽ മഴയോ വെള്ളത്തിൻ്റെ ഈർപ്പം നേരിട്ട് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും കടൽ ജലം ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും നമ്മൾ ആ സാഹചര്യം ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ സങ്കീർണമായിട്ടുള്ളത് സൾഫർ, ക്ലോറിൻ അല്ലെങ്കിൽ ഓക്സിജൻ ഇവ ബാധിച്ചാൽ കൊറോഷൻ വരുമെന്ന സ്ഥിതി ആയതുകൊണ്ട് തന്നെ ഓബ്ജക്റ്റിന് പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ നൽകുക. അടുത്തത് സാക്രിഫിഷ്യൽ കോട്ടിങ്സ്, അതായത് പേര് പോലെ തന്നെ സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനർത്ഥം. സാക്രിഫൈസ് ആയിട്ടുള്ള കോട്ടിങ്ങിലൂടെ നമ്മൾ എന്ത് ചെയ്യുക? കൊറോഷനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാക്രിഫിഷ്യൽ കോട്ടിംഗ് ഇൻവോൾവ്സ് കോട്ടിംഗ് ദ മെറ്റൽ വിത്ത് ആൻ അഡീഷണൽ മെറ്റൽ ടൈപ്പ് ദാറ്റ് ഈസ് മോർ ലൈക്ലി ടു oxidize, hence the term sacrificial coating. എന്ന് വെച്ചാൽ ഓക്സിഡൈസ് ചെയ്യാൻ സാധ്യതയുള്ള മറ്റൊരു ലോഹം വെച്ച് കോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാക്രിഫൈസ് ആയിട്ടുള്ള കോട്ടിംഗ് നേടുന്നതിനായിട്ട് പ്രധാനമായും 2 സാങ്കേതിക വിദ്യകളാണ് ഉള്ളത്. അവ ആനോഡിക് പ്രൊട്ടക്ഷനും കാഥോഡിക് പ്രൊട്ടക്ഷനും. ആദ്യം നമുക്ക് കാഥോഡിക് പ്രൊട്ടക്ഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് കാഥോഡിക് പ്രൊട്ടക്ഷൻ ഈസ് ദ കോട്ടിംഗ് ഓഫ് അയൺ അലോയ് സ്റ്റീൽ വിത്ത് സിങ്ക്, എ പ്രോസസ് നോൺ ആസ് ഗാൾവനൈസിംഗ്. കാഥോഡിക് പരിരക്ഷയുടെ ഏറ്റവും സാധാരണ ഉദാഹരണം എന്നുള്ളത് ഇരുമ്പ് അലോയ് സ്റ്റീൽ സിങ്ക് ഉപയോഗിച്ച് പൂശുന്നു എന്നുള്ളതാണ്. ഇതിനെ ഗാൾവനൈസിംഗ് എന്നാണ് പറയപ്പെടുന്നത്. കാഥോഡിക് പ്രൊട്ടക്ഷൻ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റീൽ പൈപ്പ്ലൈൻസ് ക്യാരിയിങ് വാട്ടർ ഓർ ഫ്യൂവൽ, വാട്ടർ ഹീറ്റർ ടാങ്ക്സ്, ഷിപ്പ് ഹൾസ് ആൻഡ് ഓഫ് ഷോർ ഓയിൽ പ്ലാറ്റ്ഫോംസ്. അതായത് വെള്ളം അല്ലെങ്കിൽ ഇന്ധനം, ഷിപ്പ് ഹള്ളുകൾ, ഓഫ് ഷോർ ഓയിൽ പ്ലാറ്റ്ഫോം എന്നിവയ്ക്ക് കാഥോഡിക് പരിരക്ഷണം സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നു. അടുത്തത് ആനോഡിക് പ്രൊട്ടക്ഷൻ. Anodic protection involves coating the iron alloy steel with a less active metal, such as tin. Tin will not corrode, so the steel will be protected as long as the tin coating is in place. This method is known as anodic protection
because it makes the steel the anode of an electrochemical cells. എന്ന് വെച്ചാൽ ഇരുമ്പ് അലോയ് സ്റ്റീലിനെ ടിൻ പോലുള്ള സജീവമല്ലാത്ത ലോഹത്തിൽ പൂശുന്നതിനെയാണ് ആനോഡിക് പരിരക്ഷയിൽ എന്ന് പറയുന്നതും അതിലുൾപ്പെടുന്നതും. ടിൻ നശിപ്പിക്കില്ല, അതിനാൽ ടിൻ കോട്ടിംഗ് ഉള്ളിടത്തോളം, അല്ലെങ്കിൽ ടിന്ന് നശിക്കില്ല എന്നുള്ള കാരണത്താൽ ഈ കോട്ടിംഗ് ഉള്ളിടത്തോളം കാലം ഉരുക്ക് സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഈ രീതിയെയാണ് ആനോഡിക് പരിരക്ഷണം എന്ന് പറയുന്നത്. കാരണം ഇത് ഉരുക്കിനെ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ ആനോഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. Anodic protection is often applied to carbon steel storage tanks used to store sulfuric acid and 50% caustic soda. In these environments, cathodic protection is not suitable due to extremely high current requirements. എന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡും 50% കാസ്റ്റിക് സോഡയും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ സ്റ്റീൽ സംഭരണ ടാങ്കുകളിൽ ആനോഡിക് പരിരക്ഷണം പലപ്പോഴും പ്രയോഗിക്കാറുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ സാക്രിഫിഷ്യൽ കോട്ടിങ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ ഏത് ലോഹമാണോ സംരക്ഷിക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ലോഹത്തെ മറ്റൊരു ലോഹം വെച്ച് ഇതിനെ സംരക്ഷിക്കുക. അതായത് മറ്റൊരു ലോഹം ബലി കൊടുത്ത് നമ്മൾ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ലോഹത്തിൻ്റെ ദൈർഘ്യവും അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തത് കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ്, അതായത് കൊറോഷനെ തടയുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Corrosion inhibitors are chemicals that react with the surface of the metal or the surrounding gases to suppress the electrochemical reaction leading to corrosion. എന്ന് വെച്ചാൽ കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് എന്നാൽ കെമിക്കലാണ്. ഇത് മെറ്റലിൻ്റെ ഉപരിതലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതിനോടൊപ്പം ചുറ്റുമുള്ള വാതകങ്ങളുമായും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. അതുകൊണ്ട് തന്നെ മെറ്റലുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ള വസ്തുക്കളുമായി പ്രവർത്തിച്ച് മെറ്റലിനെ സംരക്ഷിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളത്. അതായത് മെറ്റലുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതിലുപരി മെറ്റലുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു ഗ്യാസസും ആ ഒരു വരുന്ന വസ്തുക്കളുമായി ഇത് ഏർപ്പെട്ട് മെറ്റലിനെ സംരക്ഷിക്കുന്ന ആ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ സംരക്ഷിക്കുന്ന ആ വസ്തുക്കളെ പറയുന്ന പേരാണ് കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളത്. They work by being applied to the surface of a metal where they form a protective film. ഉദാഹരണമായിട്ട് നമുക്ക് ഇരുമ്പ് ഓക്സിജനുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടും. പരിണിതഫലം കൊറോഷൻ ആയിരിക്കും. ആയതിനാൽ ഓക്സിജൻ ഇരുമ്പുമായി പ്രവർത്തിക്കുന്നതിന് പകരം പുതുതായി വന്ന ഇൻഹിബിറ്റേഴ്സുമായി പ്രവർത്തിക്കും. അതുകൊണ്ട് തന്നെ ഏത് ലോഹത്തിൻ്റെ ഉപരിതലമാണോ നമ്മൾ സംരക്ഷിക്കുന്നത് ആ ലോഹത്തിൻ്റെ ഉപരിതലത്തിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഫിലിമായി എന്ത് കാണപ്പെടും? ഈ ഇൻഹിബിറ്റേഴ്സ് കാണപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഈ ഒരു ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഹിബിറ്റേഴ്സ് ക്യാൻ ബി അപ്ലൈഡ് ആസ് എ സൊല്യൂഷൻ ഓർ ആസ് എ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് യൂസിങ് ഡിസ്പേഷൻ ടെക്നിക്സ്. കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് ആർ കോമൺലി അപ്ലൈഡ് വിയ എ പ്രോസസ് നോൺ ആസ് പാസിവേഷൻ. ഇങ്ങനെയുള്ള ഇൻഹിബിറ്റേഴ്സ് നമുക്കൊരു ലായനിയായിട്ടോ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആയിട്ടോ ഡിസ്പേഷൻ ടെക്നിക്കായിട്ടോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കൊറോഷൻ ഇൻഹിബിറ്റേഴ്സ് സാധാരണ പ്രയോഗിക്കുന്നത്
പാസിവേഷൻ എന്ന ഒരു പ്രോസസ്സ് വഴിയാണ് സാധാരണയായിട്ട് ഇത് പ്രയോഗിക്കുന്നത്. ഇനി നമുക്ക് പാസിവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻ പാസിവേഷൻ എ ലൈറ്റ് കോട്ട് ഓഫ് എ പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽ such as metal oxide creates a protective layer over the metal which acts as a barrier against corrosion. പാസിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെറ്റൽ ഓക്സൈഡ് പോലുള്ള ഒരു സംരക്ഷിത വസ്തുവിനെ ലൈറ്റ് കോട്ടായി ലോഹത്തിന് മുകളിലായി ഒരു സംരക്ഷണ പാളി സൃഷ്ടിക്കുന്ന രീതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാസിവേഷൻ എന്ന് പറയുന്നത്. അതായത് മെറ്റൽ ഓക്സൈഡ് പോലുള്ള സംരക്ഷിത വസ്തുവിൻ്റെ ലൈറ്റ് കോട്ട് ലോഹത്തിന് മുകളിലായിട്ട് ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു അപ്ലൈ ചെയ്ത് അത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു രീതിയാണ് പാസിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നാശത്തിനെതിരെ ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇത് ചെയ്യുന്ന ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും നാശത്തിനെതിരെ ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നു. എ നോട്ടബിൾ എക്സാമ്പിൾ ഓഫ് പാസിവേഷൻ ഈസ് ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പാസിവേഷൻ്റെ ശ്രദ്ധേയമായൊരു ഉദാഹരണം ആണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അടുത്തത് ഡിസൈൻ മോഡിഫിക്കേഷൻ. Design modifications can help reduce corrosion and improve the durability of any existing protective anti-corrosive coatings. അപ്പോൾ നമ്മൾ പേര് പോലെ തന്നെ രൂപമാറ്റം വരുത്തുമ്പോൾ, അതായത് ഓബ്ജക്റ്റിന് ഡിസൈൻ ചെയ്യുമ്പോൾ കൊറോഷന് വിധേയമാവുന്നത് കുറയ്ക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ആൻറ്റി കൊറോസീവ് കോട്ടിങ്ങിൻ്റെ ദൈർഘ്യം കൂട്ടാനും എന്ത് പറ്റും, സാധിക്കും. നമ്മൾ ആ ഒരു ഡിസൈൻ മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് ഇതാണ്. ഐഡിയലി ഡിസൈൻസ് ഷുഡ് അവോയ്ഡ് ട്രാപ്പിംഗ് ഡസ്റ്റ് ആൻഡ് വാട്ടർ, എൻകറേജ് മൂവ്മെൻറ്റ് ഓഫ് എയർ ആൻഡ് അവോയ്ഡ് ഓപ്പൺ crevices, ensuring the metal is accessible for regular maintenance will also increase longevity. യഥാർത്ഥത്തിൽ ഡിസൈൻ ചെയ്യുമ്പോൾ പൊടിയേൽക്കാതെയോ വെള്ളം ബാധിക്കാതെയോ ശ്രദ്ധിക്കുകയും എന്നാൽ ശുദ്ധമായ വായു സഞ്ചാരം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പാക്കുകയും വേണം. ഓപ്പൺ ആയിട്ടുള്ള ക്രെവിസസ്, ആ ഒരു വിള്ളൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ആ ഒരു രീതിയിൽ എന്താണ് നമ്മൾ അത് ഡിസൈൻ മോഡിഫിക്കേഷൻ ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാലും റെഗുലർ മെയിൻ്റനൻസ് ചെയ്യുക എന്നത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതായത് മെറ്റൽ കോട്ടിങ്ങോ പ്രൊട്ടക്റ്റീവ് കോട്ടിങ്ങോ ഓബ്ജക്റ്റിൽ സ്ഥിരമാണെന്ന് ഉറപ്പാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ആ ഒരു കൊറോഷനിൽ നിന്നുള്ള പരിരക്ഷ ഉറപ്പാക്കുന്നതിനോടൊപ്പം നമ്മുടെ ഒരു ഓബ്ജക്റ്റിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറബിലിറ്റി, ദൈർഘ്യം നമുക്ക് എന്ത് ചെയ്യുന്നു ഉണ്ടെന്ന്, കൂടുതലാണ് അല്ലെങ്കിൽ സുരക്ഷിതമാണ് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കൂ. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കൊറോഷൻ എന്നുള്ള ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു. ഈ 2 ക്ലാസ്സുകളിലായി എന്താണ് കൊറോഷൻ എന്നും കൊറോഷൻ ഏതൊക്കെ തരമുണ്ടെന്നും അതുപോലെ തന്നെ പ്രിവെൻഷൻ, കൊറോഷൻ നമുക്ക് എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിച്ചു. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു അസൈൻമെൻ്റായിട്ട് എഴുതി തരികയും അതിനോടൊപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏതാനും ക്വസ്റ്റ്യൻസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമല്ലോ. പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.